ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അറിയാൻ പോണത് നമ്മളൊരു പുതിയ വീട് കെട്ടുകയാണ്. ആ പുതിയ വീട്ടിൽ നമ്മൾ എങ്ങനത്തെ പ്ലംബിംഗ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അറിയണത്. അതായത് നമുക്ക് രണ്ട് മോഡൽ പ്ലംബിംഗ് ആണ് ഉള്ളത്. ഒന്ന് പൈപ്പ് ചുമരിൽ ചേർത്ത് വെച്ച് ക്ലാമ്പ് അടിച്ചിട്ടുള്ള ഒരു മോഡൽ. അടുത്തതൊന്ന് പ്രൊജക്റ്റ് ക്ലാമ്പാണ്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഈ ഫൗണ്ടേഷൻ്റെ മേലെ കൂടെ റൺ ചെയ്യാൻ പൈപ്പ്, ഇത് ചേമ്പർ കെട്ടാനുള്ളതാണ് സെപ്റ്റി ടാങ്കിൻ്റെ. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ക്ലാമ്പിൻ്റെ ഇതാണ് പ്രൊജക്റ്റ് ക്ലാമ്പ്. ഈ ക്ലാമ്പ് ഉപയോഗിച്ച് നമ്മൾ പ്ലംബിംഗ് ചെയ്യുകയാണെങ്കിൽ ഈ വീടിന് കുറച്ച് സേഫ്റ്റിയാണ്. നേരത്തെ കാണിച്ച ആ ക്ലാമ്പിലും വെച്ച് ഈ ക്ലാമ്പ് ഐറ്റംസിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇനിയിപ്പോൾ അടുത്ത ഇതാണ് ആ പൈപ്പ് ലൈനിൽ വെക്കുന്ന ഒരു റെയിലാണ്. അതിൻ്റെ പിന്നെ ഒരു ത്രെഡ് റോഡാണ്. ഇതെല്ലാം മുറിച്ചിട്ട് നമ്മൾ അളവിന് സെറ്റ് ചെയ്യുകയാണ്. ഇത് വന്നിട്ട് റെയിൻ വാട്ടർ വരാനുള്ള ഒരു പൈപ്പാണ്. ഇത് ഒറ്റ പൈപ്പായതുകൊണ്ട് ഇതിന് പ്രത്യേക ക്ലാമ്പാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഇത് ഹോൾഡർ ക്ലാമ്പ് എന്നാണ് പറയുന്നത്, 6 ഇഞ്ച്. ഈ പൈപ്പിൽ ഓരോ ക്ലാമ്പും നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നത് യു ബോൾട്ട് എന്നാണ് പറയുക. ഈ യു ബോൾട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കിയിട്ട് ഈ പ്രൊജക്റ്റ് ക്ലാമ്പിൽ സാധാ ക്ലാമ്പ് നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചിലവ് കമ്മിയാക്കിയിട്ട് പ്ലംബിംഗ് ചെയ്യാവുന്നതാണ്. പിന്നെ ആ സൈഡ് മഞ്ഞ പൈപ്പ് കാണുന്നതാണ് വാട്ടർ ഹീറ്ററിൻ്റെ പൈപ്പാണ്. ഇതിൽ 3 ബാത്റൂമാണ് ഉള്ളത്. ആ 3 ബാത്റൂമിനും കൂടിയിട്ടാണ് നമ്മൾ ഒരു വാട്ടർ ഹീറ്റർ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ആ വാട്ടർ ഹീറ്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിടേക്കും വെള്ളം വരും. ഒരു 15 ലിറ്ററിൻ്റെയൊക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും കറണ്ട് ലാഭിക്കാം. പിന്നെ നമ്മൾ ഈ സാധാ ക്ലാമ്പിലും വെച്ച് ആ ക്ലാമ്പിന് 1000 രൂപയേ ഉള്ളൂ എങ്കിൽ ഈ പ്രൊജക്റ്റ് ക്ലാമ്പിന് 3500 രൂപയോളം നമുക്ക് എക്സ്ട്രാ വരുന്നതാണ്. അതിലും വെച്ച് നമുക്ക് കമ്മിയാക്കുകയാണെങ്കിൽ നമുക്ക് ഈ യു ബോൾട്ട് കമ്മിയാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ സാധാ ക്ലാമ്പ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കമ്മിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സ്ലീവ് ബോൾട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഡ്രില്ല് അടിച്ചിട്ടുണ്ട്. ആ ഡ്രില്ല് കയറ്റുന്നത് സിമെൻറ്റാണ്. സിമെൻറ്റ് ഒന്ന് കയറ്റിയിട്ട് അത് ഒന്ന് അടിച്ച് കയറ്റുക. ഇത് അടിച്ച് കയറ്റുമ്പോൾ ത്രെഡ് കംപ്ലൈൻ്റ് ആകില്ല. ഒരു നല്ലൊരു റാഡായതുകൊണ്ടാണ് അത് അടിച്ച് കയറ്റുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ത്രെഡ് കംപ്ലൈൻ്റ് ആവും. ലോക്കൽ റാഡൊക്കെ ആണെങ്കിൽ ത്രെഡ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമ്മളിത് കയറ്റിയിട്ട് ഈ റാഡിൽ സ്ലീവ് ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്തിട്ട് കയറ്റിയിട്ട് ഇത് നമ്മൾ ടൈറ്റ് ചെയ്യണു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലാണ് റെയിൽ വെക്കുന്നത്. റെയിൽ വെച്ച് യു ബോൾട്ട് ടൈറ്റ് ചെയ്യണു. ഈ ത്രെഡ് റാഡ് നമ്മളൊരു 7 ഇഞ്ച് വെച്ചിട്ടാണ് മുറിക്കുന്നത്. അതിന് മുകളിൽ നമ്മൾ ആങ്കർ ബോൾട്ട്, സ്ലീവ് ബോൾട്ട് ഒക്കെ പറയുക, അതൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്യുക. അടുത്തത് നമ്മൾ യു ബോൾട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായ എൻ്റെ അടുത്ത വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.